മാണി കോൺഗ്രസ് എവിടെയും ഏത് പക്ഷത്തും ചേരുന്ന സ്വഭാവക്കാരായിരുന്നില്ല കുറച്ചുനാൾ മുമ്പ് വരെ. കെ.എം. മാണി ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ബാർക്കോഴ വിവാദം വന്നു. കെ.എം. മാണിയെ കോൺഗ്രസ്സുകാർ UDF നേതാക്കൾ പിന്നിൽ നിന്ന് കുത്തിയെന്ന വലിയ വിവാദം കത്തുന്നു. വലിയ വേദന കെ.എം. മാണിക്ക് ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പാർട്ടി ചെയർമാനാകുന്നു. പിന്നീട് ഉണ്ടായതാണ് നമ്മൾ കാണുന്നത്. ഇടത് മുന്നണിക്കൊപ്പം പാർട്ടി ചേരുന്നു. കെ.എം. മാണിയുടെ കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിക്കൊപ്പം ചേരുന്നു. അങ്ങനെ ഇടതു മുന്നണിയുടെ ഭാഗമാകുന്നു. ഏകദേശം 5 വർഷമാകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പെയാണ് മുന്നോടിയായിട്ടാണ് ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതും ധാരണയാകുന്നതും. അന്ന് ഉണ്ടായ ധാരണയനുസരിച്ച് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മന്ത്രിയായി തുടരുന്നു. അതുപോലെ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചിട്ടാണ് പാർട്ടി മുന്നണി മാറി. ജോസ് കെ മാണി മത്സരിച്ചു, രക്ഷപ്പെട്ടില്ല. അവസാനം CPM-ൻ്റെ രാജ്യസഭാ സീറ്റ് കൊടുത്ത് രാജ്യസഭാ MP ആക്കുകയും ചെയ്തു. ഇപ്പോൾ ഇടതു മുന്നണിയിലെ ശക്തമായ ഒരു പാർട്ടിയാണ് കെ.എം. മാണിയുടെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഇപ്പോൾ ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും? ഇടതു മുന്നണിക്കൊപ്പമായിരിക്കുമോ വലതു മുന്നണിക്കൊപ്പമായിരിക്കുമോ എന്ന ചർച്ച വളരെ സജീവമായി തുടരുകയാണ്. അടൂർ പ്രകാശ് ജോസ് കെ മാണിയോട് പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, സുസ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. പല നാളുകൾ കൊണ്ട് പലരും വിളിക്കുന്നുണ്ട്, പലതും വെള്ളിത്തളികയിലും സ്വർണ്ണത്താലത്തിലും പലതും വെച്ച് ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരൂവെന്ന്, നിങ്ങൾക്ക് പലതും തരാമെന്ന്. പക്ഷേ ജോസ് കെ മാണി അതിന് വശംവദനായിട്ടില്ല, വഴങ്ങിയിട്ടില്ല. ഇന്ന് കോട്ടയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച നടക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ ഈ മുന്നണി നേതൃത്വവുമൊക്കെ, ഇടതു മുന്നണി നേതൃത്വവും വലതു മുന്നണി നേതൃത്വവുമൊക്കെ വളരെയധികം ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും പൊഴിഞ്ഞ രാഷ്ട്രീയ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ കേരള കോൺഗ്രസിൻ്റെ യോഗത്തിന് ഒരു പ്രാധാന്യം കൈവരുന്നത്, CPM-ൻ്റെ യോഗത്തിലുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ കോൺഗ്രസിൻ്റെ കാര്യം ഇന്നും പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ കേരള കോൺഗ്രസിന് ഞാൻ പറയാൻ കാരണം ജോസ് കെ മാണി ഈ മുന്നണി വിട്ടു പോകുമോ എന്നതാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം ഒന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളുടെ ക്രോഡീകരണം നടന്നത് UDF-ലാണ്. അതായത് മലയോര കർഷകരുടെയും മലയോര ക്രൈസ്തവരുടെയും ഒക്കെ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ ഇടതു മുന്നണി കാലാകാലങ്ങളായി പരാജയപ്പെട്ടു വരുന്നുവെന്ന വലിയ വിമർശനം ഉയരുന്നുണ്ട്. മുനമ്പം വിഷയത്തിലാകട്ടെ, അതുപോലെ തന്നെ വന്യജീവി പ്രശ്നങ്ങളുടെ കാര്യത്തിലും ഇടതു മുന്നണിക്ക്, പ്രത്യേകിച്ച് വനം വകുപ്പ് വരുത്തിവെച്ച വിനകളൊക്കെ സ്വാഭാവികമായും ഇടതു മുന്നണിയെ ആകെ ബാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിൽ നിന്ന് ഉണ്ടായ ഒരു പ്രതിഷേധം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. അത് വാസ്തവം തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ പാഠമാണ് കെ.എം. മാണിയുടെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ മാണി കോൺഗ്രസിന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പാഠമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ക്രോഡീകരിച്ചത് UDF-ലാണ്. അതുകൊണ്ട് തന്നെ മാണി കോൺഗ്രസ്, അതായത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ഇപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തിക്കൂടായികയില്ല. കാരണം ക്രിസ്ത്യൻ വോട്ടുകളുടെ ബലമാണല്ലോ കേരള കോൺഗ്രസ് എമ്മിനെ ശാക്തീകരിക്കുന്നത്. മധ്യ കേരളത്തിലും അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ആ മേഖലയിലുള്ള ക്രൈസ്തവരുടെ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിൽ എപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് ഒരു മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടതു മുന്നണിയിലല്ല വലതു മുന്നണിയിൽ നിന്നാലും ഇവർക്ക് ഒരു സാധ്യതയും ഉണ്ടാകാനിടയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണി സർക്കാരിനോട് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള കർഷകരും ക്രൈസ്തവരും അകന്നു നിൽക്കുന്നു എന്ന സൂചന നിലമ്പൂർ ഇലക്ഷൻ നൽകുമ്പോൾ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാകും ഈ ക്രൈസ്തവ വോട്ടുകൾ ക്രോഡീകരിക്കപ്പെടുക എന്നത് വലിയ ആശങ്കയാണ്. കേരള കോൺഗ്രസ് എം ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ ഇനി എത്ര കാലം കൊണ്ട് ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. എന്നാൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഇപ്പോൾ ഉണ്ട് താനും. UDF-ന് അനുകൂലമാണ് ക്രൈസ്തവ വോട്ടുകൾ. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായിരിക്കും മേൽക്കൈ ലഭിക്കുക.
UDF-ന് മേൽക്കൈ കിട്ടിയാൽ ഇടതു മുന്നണിയിൽ കേരള കോൺഗ്രസ് എം നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുന്നണി മാറുന്നതാണ് ഏറ്റവും ഉചിതം എന്നൊരു ചിന്തയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണാം. ഈ മുന്നണി മാറിയാൽ എന്തൊക്കെയാണ്? പാലായിൽ ഇപ്പോൾ ഉള്ളതാരാണ്? മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ ഒരിക്കലും പാല വിട്ടുകൊടുക്കില്ല. KM മാണി ഉണ്ടായിരുന്നപ്പോൾ പാല മറ്റാർക്കും വിട്ടുകൊടുത്തിരുന്നത്. പാല അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട് തന്നെയായിരുന്നു പാലാ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ പാലാ മണ്ഡലം ഈ മാണി സി കാപ്പൻ വിട്ടുകൊടുക്കുകയില്ല. UDF-ന്റെ ഭാഗമാണ് അദ്ദേഹം, വിട്ടുകൊടുക്കുകയില്ല എന്ന് കട്ടായം പറയുന്നുണ്ട്. ജോസ് കെ മാണിക്കാണെങ്കിൽ പാല വേണം. അപ്പനുണ്ടായിരുന്ന കാലം മുതലേ പാല ഞങ്ങളുടെ കയ്യിലാണുള്ളത്, അതുകൊണ്ട് പാല ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളൊരു കൈ നോക്കാമെന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ പാല വിട്ടുകൊണ്ട് കളിയില്ലെന്ന് മാണി സി കാപ്പൻ കട്ടായം പിടിക്കുന്നത് കൊണ്ട് ജോസ് കെ മാണിക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. അപ്പോഴാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു തുറുപ്പ് കുലാൻ എറിഞ്ഞത്. പാല നിങ്ങൾ വിട്ടുകൊടുക്കൂ, നിങ്ങൾക്ക് മലപ്പുറത്ത് സ്വർണ്ണത്തളികയിൽ ഒരു മണ്ഡലം തരാം, ഉറപ്പുള്ളൊരു മണ്ഡലം, ഞങ്ങൾ മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ ഇങ്ങ് പോരൂ. പകരം മധ്യ തിരുവിതാംകൂറിലെ മറ്റേതെങ്കിലും ഒരു മണ്ഡലം ഞങ്ങൾ എടുത്തുകൊള്ളാം, നിങ്ങൾക്ക് ബലമുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചു കൊള്ളാം. ഈ ഒരു സംവാദം ജോസ് കെ മാണിയുടെ മാണി കോൺഗ്രസുമായി കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുണ്ട്. അങ്ങനെ പാലാ വിവാദം ഒരു തരത്തിൽ അവരൊരു കോംപ്രമൈസിന്റെ ധാരണയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന അണ്ടർഗ്രൗണ്ട് വിവരങ്ങൾ. ഇനിയുള്ളത് ജോസ് കെ മാണിക്ക് 2018 രാജ്യസഭാ സീറ്റ് കൊടുത്തത് കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റാണ്. എന്നാൽ പിന്നീട് അത് രാജിവെച്ചിട്ടാണല്ലോ അദ്ദേഹം ഇടതു മുന്നണിയിലേക്ക് പോകുന്നതും പിന്നീട് നിയമസഭ സ്ഥാനാർത്ഥിയാകുന്നതും പരാജയപ്പെടുന്നതും അതിനുശേഷം പിന്നെ രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത് CPM-ന്റെ സീറ്റിലാണ്. അപ്പോൾ രണ്ട് കൂട്ടരും, അതായത് കോൺഗ്രസും CPM-ഉം ജോസ് കെ മാണിക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കക്ഷികളാണ്. കോൺഗ്രസും സീറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ CPM-ഉം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ സീറ്റിലാണ് അദ്ദേഹം രാജ്യസഭാ MP ആയി ഇരിക്കുന്നത്. അപ്പോൾ ജോസ് കെ മാണിക്ക് എങ്ങനെ CPM-നെ തള്ളിപ്പറഞ്ഞ് ഇങ്ങോട്ട് മറുകണ്ഠം ചാടാൻ പറ്റും എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്നൊരു ചിന്തയുണ്ട്. കോൺഗ്രസ് അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുമോ, തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത, ആശങ്ക ജോസ് കെ മാണിക്ക് ഉണ്ട്. ഇനി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ മുന്നണി മാറിക്കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിൻ ഉറപ്പായും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉടനെ ഉണ്ടാകേണ്ടി വരും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകേണ്ടി വരും. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട് ജോസ് കെ മാണിയുടെ മാണി കോൺഗ്രസ് മുന്നണി മാറുകയാണെങ്കിൽ. ഇങ്ങനെ ഈ കോംപ്ലിക്കേഷനൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് കൂലങ്കഷമായി അവർ ചിന്തിക്കുന്നുണ്ട് എന്നത് പച്ച പരമാർത്ഥമാണ്. മുന്നണി മാറ്റം നടക്കുകയാണെങ്കിൽ ജോസ് കെ മാണി ഇപ്പോൾ പറയുന്നത് നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുറച്ചധികം സീറ്റുകൾ ചോദിച്ച് ഇടതു മുന്നണിയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാം. നമുക്കറിയാം അടുത്ത കാലത്തുണ്ടായ ചില ഇഷ്യൂസിൽ, വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂകളിലും മുനമ്പം വിഷയത്തിലും അതുപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി സമയത്തുമൊക്കെ ജോസ് കെ മാണിയുടെ നിലപാട് ഇടതുമുന്നണി നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ CPM നിലപാടിൽ നിന്ന് ഒരല്പം വ്യതിയാനമുള്ള നിലപാടായിരുന്നു എന്ന് നമുക്കറിയാം. ആ നിലപാട് ക്രൈസ്തവ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാനും ക്രൈസ്തവ മലയോര കർഷക അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജോസ് കെ മാണിയുടെ ആ നിലപാട്. അപ്പോൾ ജോസ് കെ മാണി പറയുന്നത് ഒരു സമ്മർദ്ദ കക്ഷിയായി ഇടതു മുന്നണിയിൽ പ്രവർത്തിച്ചു നോക്കാം. അത് സാധ്യമാകാതെ വരികയാണെങ്കിൽ മുന്നണി മാറുന്ന കാര്യം ആലോചിക്കാം എന്നൊരു നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എം എത്തും എന്നതിൽ തർക്കമില്ല. ഉറപ്പിച്ച് പറയാൻ ആയിട്ടില്ലെങ്കിലും നമുക്കൊരു കൺക്ലൂഷനിൽ ഇങ്ങനെ പറയാം, 2026 എന്നത് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന മാണി കോൺഗ്രസിനും ജോസ് കെ മാണിക്കും ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിനുമൊക്കെ ഒരു വെല്ലുവിളിയാണ്. അവർ മുന്നണി മാറിയില്ലെങ്കിൽ അവർ പുറത്തിരിക്കേണ്ടി വരുമെന്ന ഭയം അവരെ അലട്ടുന്നുണ്ട്.